ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചുവന്ന പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു കുഴിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വൈറ്റ് ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് ചുവന്ന പരിപ്പ്, അതായത് മസൂർ ദാൽ, അരമണിക്കൂർ കുതിർത്തി വെള്ളം കളഞ്ഞെടുത്തതാണ്. അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പുകളിൽ ഏറ്റവും കുറവ് കാലറി അടങ്ങിയതാണ് ഈ മസൂർ പരിപ്പ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതായത് തരിയോടുകൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഞാനത് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അരമണിക്കൂർ കുതിർത്തിയ പരിപ്പാണിത്. ഇപ്പോൾ ഞാൻ ആ പരിപ്പ് പൊടിച്ചെടുത്തത് ബൗളിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാറിൽ പറ്റിയിരിക്കുന്നതൊക്കെ നമുക്ക് സ്പൂൺ കൊണ്ട് വടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിക്കാത്ത തൈരാണ്. അത് ഞാനിവിടെ 1/4 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കാബേജ് വേണമെങ്കിലും ചേർക്കാം നമുക്ക്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/4 കപ്പ് അളവിലാണ് ക്യാരറ്റ് ചേർത്തത്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ അയവിൽ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് ഞാനിത് ലൂസാക്കി എടുക്കുകയാണ്. നമ്മൾ റവയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് കുതിരാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ 1/3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് 3 ടേബിൾ സ്പൂൺ വെള്ളം മൊത്തമായും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ആവശ്യത്തിന് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഒരു പണിയാരച്ചട്ടി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. കുഴിയിലൊക്കെ ഒന്ന് എണ്ണ തടവിയെടുക്കാം. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബാറ്റർ ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുഴിയുടെ ഏകദേശം പകുതിയോളം മാത്രം ബാറ്റർ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഈ കുഴിയിലെല്ലാം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പണിയാരം എല്ലാം നല്ലതുപോലെ താഴെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നമുക്കൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. ഇനി 3 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുഴിയപ്പം എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് നമുക്ക് ഇതുപോലെ കുഴിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ കുഴിയപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അരി കുതിർത്തേണ്ട, തലേന്ന് അരച്ചൊന്നും വെക്കേണ്ട. നമുക്കിത് രാവിലെ എഴുന്നേറ്റിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചട്നി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. വളരെ സോഫ്റ്റാണ്. എണ്ണ ചേർക്കാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. രാവിലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.